നിലം തൊടാതെ UDF പരാജയപ്പെട്ടാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പിന്നീട് UDFൽ തുടരുക എന്നത് പ്രയാസമുള്ള കാര്യമാകും. UDFന് വിജയിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയെന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്ന മണ്ഡലമാണ് നിലമ്പൂർ. ആര്യാടന്മാരുടെ പഴയ ലീഗ് വിരുദ്ധ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നതും മുസ്ലിം ലീഗ് അനുഭാവികളെയാണ് പ്രതിരോധത്തിലാക്കുന്നത്. പ്രവർത്തകർക്കിടയിലെ ആശങ്ക അകറ്റാൻ ലീഗ് നേതാക്കളും MLA-മാരും മണ്ഡലത്തിൽ സജീവമാണെങ്കിലും അതെല്ലാം വോട്ടായി മാറുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ലീഗ് വോട്ട് ബാങ്കിനും സ്വീകാര്യനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി M. സ്വരാജ് എന്നതാണ് ലീഗ് നേതൃത്വം നേരിടുന്ന പ്രധാന വെല്ലുവിളി. ന്യൂനപക്ഷ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് മുൻപുയർന്ന വിവാദങ്ങളിലെല്ലാം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവാണ് M. സ്വരാജ്. മുസ്ലിം സമുദായത്തിനുള്ളിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സ്വീകാര്യതയുള്ള നേതാക്കളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ ആ പട്ടികയിലെ മുൻനിരയിൽ എന്തായാലും CPM നേതാവായ സ്വരാജിന്റെ പേര് കാണും. അതുപോലെ തന്നെ ജാതിമത ഭേദമന്യേ പുതിയ തലമുറയിലും വലിയ സ്വാധീനമാണ് സ്വരാജിനുള്ളത്. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നിലമ്പൂരിൽ വെല്ലുവിളിയാകുന്നത്. PV അൻവർ എത്ര വോട്ട് പിടിച്ചാലും ഇല്ലെങ്കിലും ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാകില്ലെന്നാണ് CPM നേതൃത്വം കരുതുന്നത്. തുടക്കത്തിൽ സ്വരാജിനെ മത്സരിപ്പിക്കുന്ന കാര്യമേ CPM ആലോചിച്ചിരുന്നില്ല. മറ്റ് പല ഓപ്ഷനുകളായിരുന്നു അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെ വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്താണ് സ്വരാജിനെ CPM സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനും തദ്ദേശ തിരഞ്ഞെടുപ്പിനും തൊട്ടു മുൻപ് നടക്കുന്ന നിർണായക തിരഞ്ഞെടുപ്പായതിനാൽ നിലമ്പൂരിൽ UDFന് പരാജയമുണ്ടായാൽ അത് പിന്നീട് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും. സ്വരാജ് വിജയിച്ചാൽ സ്വതന്ത്ര പരീക്ഷണത്തെക്കാൾ പാർട്ടി പരീക്ഷണത്തിന് തന്നെയാണ് CPM-ഉം ഭാവിയിൽ പ്രാമുഖ്യം നൽകുക. ലീഗ് ഏറ്റവും വലിയ പാർട്ടിയായ മലപ്പുറം ജില്ലയിൽ പോലും ലീഗിനെ വിറപ്പിച്ച ചരിത്രമാണ് CPM-നുള്ളത്. 16 നിയമസഭാ സീറ്റുകളുള്ള മലപ്പുറത്ത് നിലവിൽ 4 സീറ്റുകളാണ് CPM-നുള്ളുവെങ്കിലും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ CPM-ന് ഇപ്പോഴും തകർക്കാൻ കഴിയുന്ന കോട്ട തന്നെയാണ് മലപ്പുറം. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ കേവലം 38 വോട്ടിനാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലീഗ് വിജയിച്ചിരുന്നത്. മങ്കടയിൽ 6246, തിരൂരിൽ 7214, തിരൂരങ്ങാടിയിൽ 9578 എന്നിങ്ങനെയാണ് അവരുടെ കുറഞ്ഞ ഭൂരിപക്ഷം. മഞ്ചേരിയിലും വള്ളിക്കുന്നിലും 15000-ൽ താഴെയാണ് ലീഗിന് ഭൂരിപക്ഷമുള്ളത്. കോട്ടക്കൽ, കൊണ്ടോട്ടി അടക്കമുള്ള മണ്ഡലങ്ങളിലും വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ഇവിടങ്ങളിൽ പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ലീഗിനെതിരെ വൻ വെല്ലുവിളി ഉയർത്താൻ ഇടതുപക്ഷത്തിന് കഴിയും. കോൺഗ്രസിന്റെ പിന്തുണയില്ലെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ 2 സീറ്റുകളിൽ ലീഗ് ഒതുങ്ങുമായിരുന്നു. കണക്കുകൾ വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇടഞ്ഞു നിന്ന ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസിൽ ഉറപ്പിച്ചു നിർത്താൻ നിലമ്പൂർ സീറ്റിൽ മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ നേരിട്ട് ഇടപെടൽ നടത്തിയിരിക്കുന്നത്. TK ഹംസയിലൂടെയും KT ജലീലിലൂടെയും V. അബ്ദുറഹിമാനിലൂടെയും മലപ്പുറത്ത് രാഷ്ട്രീയ അട്ടിമറി സാധ്യമാക്കിയ CPM സ്വതന്ത്ര പരീക്ഷണത്തെ എക്കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും UDF ക്യാമ്പിൽ നിന്നും കൂടുതൽ നേതാക്കൾ ഇടതുപക്ഷത്ത് എത്താനും സാധ്യതയേറെയാണ്. എന്തിനേറെ നിലമ്പൂരിൽ സ്വരാജ് വിജയിച്ചാൽ ലീഗിൽ നിന്ന് വരെ CPM-ലേക്ക് ഒഴുക്കിന് സാധ്യതയുണ്ട്. 2026-ലും UDFന് ഭരണം ലഭിക്കില്ലെന്ന് ഉറപ്പായാൽ ലീഗിലെ പ്രബല വിഭാഗം തന്നെ ഇടതുപക്ഷ ഘടകകക്ഷിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. മലപ്പുറത്തെ CPM പ്രധാനമായും പോരാടുന്നത് ലീഗിനെതിരെയാണ്. ലീഗ് വിരുദ്ധ വോട്ടുകളാണ് CPM-ന്റെ വോട്ട് ബാങ്ക്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാവുന്ന ഒരു മണ്ഡലം പോലും മലപ്പുറം ജില്ലയിൽ ഇല്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിന്റെ കോട്ടയായ നിലമ്പൂരിൽ പോലും ലീഗ് പിന്തുണയില്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമാണ്. അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്.